future energy of wheels. ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും വിപ്രോണിക്സിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്ന് ഞാൻ നിങ്ങൾക്ക് മുന്നേ വന്നിരിക്കുന്നത് ഒരു പെട്രോൾ ബൈക്കിനെ ഹൈബ്രിഡായിട്ട് കൺവേർഷൻ ചെയ്യുന്നതിൻ്റെ ഒരു പുതിയൊരു പ്രോജക്റ്റ് വന്നു. അപ്പം അത് എങ്ങനെയാണ് ചെയ്യുന്നതെന്നൊക്കെ ജസ്റ്റ് ഒന്ന് കാണിച്ചു തരുന്നതിന് വേണ്ടിയിട്ടാണ്. എന്തൊക്കെ സാധനങ്ങളാണ് നമ്മളത് യൂസ് ചെയ്യുന്നത് അതൊക്കെ ഒന്ന് പരിചയപ്പെടുത്തുന്നതിന് വേണ്ടിയിട്ടാണ് ഇന്ന് ഈ വീഡിയോ ചെയ്യുന്നത്. നമുക്ക് പെട്രോൾ ബൈക്കിനെ ഇലക്ട്രിക്കലോട്ട് കൺവേർട്ട് ചെയ്യുന്ന രണ്ട് രീതിയിൽ ചെയ്യാൻ പറ്റും. അതിൽ ഒന്നെന്ന് പറഞ്ഞാൽ ഇച്ചിരി കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ളൊരു പ്രോസസ്സാണ്. അപ്പം കൂടുതലും ആൾക്കാർ അത് ചെയ്യാറില്ല. എല്ലാവരും ചെയ്യുന്ന ഇതിനൊക്കെയുള്ള സിമ്പിളായിട്ടുള്ളൊരു ടെക്നിക്കുണ്ട്, അത് ഉപയോഗിച്ചാണ് ചെയ്യുന്നത്. ഈ പ്രോജക്റ്റ് അത് ഉപയോഗിച്ചാണ് ചെയ്യുന്നത്. അപ്പോൾ ഈ കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള ടെക്നോളജി എന്ന് പറഞ്ഞാൽ ഹൈബ്രിഡ് ഇലക്ട്രിക് ബൈക്ക് എന്ന് പറയുന്ന സിസ്റ്റമാണ്. അതെന്ന് പറഞ്ഞാൽ പെട്രോൾ എഞ്ചിനും നമ്മുടെ ഇലക്ട്രിക് മോട്ടറും കമ്പൈൻ ചെയ്ത് വർക്ക് ചെയ്യുന്ന ഒരു രീതിയാണ്. അങ്ങനെ വർക്ക് ചെയ്യുമ്പോൾ ഉള്ള ഗുണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് കുറച്ചും കൂടെ ഫ്യൂവൽ എഫിഷ്യൻസി കിട്ടും. അതായത് എഞ്ചിനിലോട്ട് വരുന്ന ലോഡ് കുറവായിരിക്കും. പകുതി പവർ നമുക്ക് ഇലക്ട്രിക് മോട്ടറിൽ നിന്ന് കിട്ടുന്നതുകൊണ്ട് എഞ്ചിൻ്റെ അകത്ത് യൂസ് ചെയ്യുന്ന ഫ്യൂവലിൻ്റെ അളവ് കുറവായിരിക്കും. അപ്പോൾ കുറച്ചും കൂടെ ഫ്യൂവൽ എക്കോണമി ആയിട്ട് നമുക്കത് യൂസ് ചെയ്യാൻ പറ്റും. ഇപ്പോൾ രണ്ടും കൂടെ കമ്പൈൻ ചെയ്ത് വർക്ക് ചെയ്യുന്ന ഇച്ചിരി കോംപ്ലിക്കേറ്റഡ് എന്ന് പറഞ്ഞ കാര്യം എന്താണെന്ന് വെച്ചാൽ, നമ്മുടെ എഞ്ചിൻ്റെ സെയിം RPM തന്നെ ഇലക്ട്രിക് മോട്ടോർ വർക്ക് ചെയ്താൽ മാത്രമേ നമുക്ക് ആ ഒരു ഫ്യൂവൽ എഫിഷ്യൻസി കിട്ടത്തുള്ളൂ. ഇപ്പം എഞ്ചിൻ്റെ RPM കൂടുതലും ഇലക്ട്രിക് മോട്ടറിൻ്റെ RPM കുറവാണെങ്കിൽ ഇലക്ട്രിക് മോട്ടോർ കറങ്ങുന്നത് കൊണ്ട് നമുക്ക് യാതൊരു പ്രയോജനമില്ല. കാരണം വണ്ടിയുടെ വലിച്ചുകൊണ്ട് പോകുന്ന പവർ ഫുള്ളും എഞ്ചിനിൽ നിന്ന് തന്നെ ആയിരിക്കും എടുക്കുന്നത്. ഇലക്ട്രിക് മോട്ടോർ വെറുതെ ആയിരിക്കും കിടന്ന് റൊട്ടേറ്റ് ആവുന്നത്. അപ്പോൾ ആ എനർജി വെറുതെ ലോസ് ആയിട്ട് പോകും. അതിനൊക്കെ തന്നെ നേരെ തിരിച്ച് ഇലക്ട്രിക് മോട്ടറിൻ്റെ RPM കൂടി നിൽക്കുകയാണെങ്കിൽ എഞ്ചിൻ റൊട്ടേറ്റ് ചെയ്യുന്നത് വെറുതെ ആയി പോകും. ഇലക്ട്രിക് മോട്ടറിൻ്റെ പവറിലായിരിക്കും നമ്മളെ വണ്ടി മൂവ് ചെയ്യുന്നത്. അപ്പോൾ ഇത് രണ്ടും ഒരേ റേഷ്യോയിൽ വർക്ക് ചെയ്താൽ മാത്രമേ ഹൈബ്രിഡ് ഇലക്ട്രിക് വെഹിക്കിളായിട്ട് വർക്ക് ചെയ്യത്തുള്ളൂ. എങ്കിൽ മാത്രമേ നമുക്ക് ഫ്യൂവൽ എഫിഷ്യൻ്റ് ആയിട്ട് വർക്ക് ചെയ്യാൻ പറ്റത്തുള്ളൂ. പിന്നീടുള്ള സിസ്റ്റം എന്ന് പറഞ്ഞാൽ ഈ രീതിയിലാണ്. ഇതെന്ന് പറഞ്ഞാൽ നമ്മളിപ്പം ഇലക്ട്രിക്കലിൽ യൂസ് ചെയ്യുകയാണെങ്കിൽ എഞ്ചിൻ ഓഫ് ആയിരിക്കും. അപ്പോൾ ഇലക്ട്രിക് മോട്ടറിൻ്റെ പവറിലാണ് വണ്ടി ഓടുന്നത്. അതിനൊക്കെ തന്നെ ഇലക്ട്രിക് മോട്ടറിൻ്റെ ബാറ്ററിയുടെ ചാർജ് തീരുമ്പോഴത്തേക്കും നമുക്ക് എഞ്ചിൻ സ്റ്റാർട്ട് ചെയ്തിട്ട് സാധാ പെട്രോൾ ബൈക്ക് ഉപയോഗിക്കുന്ന രീതിയിൽ നമുക്ക് യൂസ് ചെയ്യാൻ പറ്റും. അപ്പോൾ ആ രീതിയിലാണ് ഇപ്പോൾ എല്ലാവരും കൂടുതൽ ചെയ്യുന്നത്. അപ്പം ഈ രണ്ട് കൺവേർഷനും വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ ഇലക്ട്രിക്കിൻ്റെ ഹൈബ്രിഡ് മോട്ടറാണ് യൂസ് ചെയ്യുന്നത്. ഹൈബ്രിഡ് മോട്ടർ എന്ന് പറഞ്ഞാൽ വേറെ ഒന്നുമില്ല, നമ്മുടെ സാധാ ഇലക്ട്രിക് ബൈക്കുകളിൽ വരുന്ന മോട്ടറിൻ്റെ സൈഡിൽ ചെയിൻ സ്പ്രോക്കറ്റും കൂടി ഇടാനുള്ള പ്രൊവിഷനും കൂടെ കാണും. അതായത് അവിടെ ചെയിൻ സ്പ്രോക്കറ്റും ഫിറ്റ് ചെയ്യാനുള്ള മൗണ്ടിങ്ങും അതിൻ്റെ പല്ലും ടീത്തും എല്ലാം കാണും. ഇപ്പുറത്തെ സൈഡിൽ ബ്രേക്കിൻ്റെ സിസ്റ്റം ആയിരിക്കും. അപ്പം നിലവിലിപ്പോൾ ഈ പ്രോജക്റ്റ് യൂസ് ചെയ്തിരിക്കുന്നത് ഡിസ്ക് ബ്രേക്ക് വരുന്ന ഹബ്ബ് മോട്ടറാണ് യൂസ് ചെയ്തിരിക്കുന്നത്. സാധാരണ നിങ്ങൾക്കറിയാം 100cc ബൈക്കിലെല്ലാം ബാക്ക് ഡിസ്ക് ബ്രേക്ക് അല്ല വരുന്ന, ഹബ്ബ് ബ്രേക്കാണ് വരുന്നത്. അപ്പം ഇവർക്ക് പ്രോജക്റ്റ് അർജൻറ്റ് ആയതുകൊണ്ട് നമുക്ക് ഹബ്ബ് മോട്ടറിൻ്റെ സാധനം സോഴ്സ് ചെയ്യാൻ പറ്റിയില്ല, മോട്ടർ സോഴ്സ് ചെയ്യാൻ കിട്ടിയില്ല. ഡിസ്ക് ബ്രേക്കിൻ്റെ മോഡലേ അവൈലബിൾ ആയിട്ടുള്ളായിരുന്നു. അപ്പോൾ അതുകൊണ്ട് അവർ ഹബ്ബ് മോട്ടർ ഇത് തന്നെ എടുക്കാമെന്ന് വിചാരിച്ചു, ഡിസ്ക് ബ്രേക്കുള്ള ഹബ്ബ് മോട്ടർ തന്നെ യൂസ് ചെയ്യാമെന്ന് വിചാരിച്ചു. അങ്ങനെ സെറ്റ് ചെയ്തതാണ്. അപ്പോൾ ഇതിനി ബാക്കിൽ നമ്മൾ ഡിസ്ക് ബ്രേക്കിന് വേണ്ടിയിട്ടുള്ള ഹൈഡ്രോളിക് ബ്രേക്കും കാര്യങ്ങളെല്ലാം സെറ്റ് ചെയ്യണം. അപ്പോൾ ഇതിൽ യൂസ് ചെയ്തിരിക്കുന്നത് പറഞ്ഞാൽ QSൻ്റെ 17 ഇഞ്ച് ഹബ്ബ് മോട്ടറാണ് യൂസ് ചെയ്തിരിക്കുന്നത്. അത് നമുക്ക് 48 വോൾട്ടിലും 60 വോൾട്ടിലും 72 വോൾട്ടിലും വർക്ക് ചെയ്യിപ്പിക്കാൻ പറ്റുന്ന മോട്ടറാണ്. ഇതിൻ്റെ വാൾസ് എന്ന് പറയുന്നത് 1800 വാൾസാണ് വർക്കിംഗ് പറയുന്നത്. പീക്ക് പറയുന്നത് 3000 വാൾസാണ്. അതായത് 3 kW വരെ നമുക്ക് പീക്ക് പവർ പ്രൊഡ്യൂസ് ചെയ്യാൻ പറ്റുന്ന രീതിയിലുള്ളൊരു മോട്ടറാണ്. ഇപ്പോൾ ഈ കൺവേർഷൻ്റെ അകത്ത് എന്തൊക്കെ കമ്പോണൻസ് ആണ് യൂസ് ചെയ്യുന്നത്, എങ്ങനെയാണ് ഇത് സെറ്റ് ചെയ്യുന്നത്, അതൊക്കെയാണ് ഇന്ന് കാണിച്ചു തരാൻ പോകുന്നത്. അപ്പോൾ നമ്മൾ ഈ എൻജിൻ നിർത്തിക്കൊണ്ട് പെട്രോൾ ബൈക്കിനെ ഇലക്ട്രിക്കലോട്ട് കൺവേർട്ട് ചെയ്യുമ്പോൾ കുഴപ്പമെന്ന് പറഞ്ഞാൽ നമുക്ക് ഇതിൻ്റെ അകത്ത് ബാറ്ററി പാക്ക് വെക്കാനുള്ള സ്പേസ് കുറവായിരിക്കും. അപ്പം ഇവർക്കെന്ന് പറഞ്ഞാൽ ജസ്റ്റ് കോളേജ് പ്രോജക്റ്റ് ആയതുകൊണ്ട് ജസ്റ്റ് ഓടിച്ച് കാണിച്ചാൽ മതി. അപ്പോൾ ഇവർക്ക് സെറ്റ് ചെയ്ത് കൊടുത്തിരിക്കുന്ന ഒരു 15 കിലോമീറ്റർ ഓടത്തക്ക രീതിയിലുള്ള ഒരു ബാറ്ററി പാക്കാണ് ഇവർക്ക് വേണ്ടിയിട്ട് സെറ്റ് ചെയ്ത് കൊടുക്കുന്നത്. 15 AHൻ്റെ ബാറ്ററി പാക്കാണ് സെറ്റ് ചെയ്ത് കൊടുത്തിരിക്കുന്നത്. അപ്പം നമുക്ക് വണ്ടിയിൽ ബാറ്ററി വെക്കാനുള്ള സ്പേസ് എത്രത്തോളം ഉണ്ടോ അത്രത്തോളം AH കിട്ടുന്ന ബാറ്ററി പാക്ക് നമുക്കിത് സെറ്റ് ചെയ്യാൻ പറ്റും. അത് മാത്രമല്ല, ബാറ്ററിയുടെ AH കൂടുമ്പോഴത്തേക്കിന് ബാറ്ററിയുടെ വെയിറ്റ് കൂടും. അപ്പം നമ്മൾ ഈ വണ്ടിക്കകത്ത് ബാറ്ററി ബോക്സ് എവിടെയാണ് വെക്കുന്നത്, അപ്പം വെക്കുന്നത് കറക്റ്റ് നോക്കി വെക്കണം, അല്ലെങ്കിൽ വണ്ടിയുടെ വെയിറ്റ് ഒരു സൈഡിലോട്ട് പോകും. അപ്പോൾ ഓവറായിട്ട് വലിയ ബാറ്ററി പാക്ക് നമുക്ക് ഇതിൽ സെറ്റ് ചെയ്യാനും പറ്റത്തില്ല. അപ്പോൾ ഈ രീതി ചെയ്യുന്നതിൽ കുറച്ച് പരിമിതികളൊക്കെ ഉണ്ട്. അപ്പോൾ അത് നിർത്തിക്കൊണ്ട് വേണം പെട്രോളിലും ഇലക്ട്രിക്കലും വർക്ക് ചെയ്യുന്ന രീതിയിൽ ചെയ്യാനായിട്ട്. അപ്പം നിലവിലിപ്പോൾ ഞാൻ പറഞ്ഞു ഇതിൽ യൂസ് ചെയ്തിരിക്കുന്നത് 48 വോൾട്ട് 15 AHൻ്റെ ഒരു ബാറ്ററി പാക്കാണ് ഇവർക്ക് സെറ്റ് ചെയ്ത് കൊടുത്തിരിക്കുന്നത്. അവർക്ക് ബഡ്ജറ്റും കുറവായതുകൊണ്ട് കുറഞ്ഞൊരു ബാറ്ററി പാക്ക് മതി എന്ന് പറഞ്ഞു. നമുക്ക് ആ ബാറ്ററി പാക്കിൽ ഈ വണ്ടി ഏകദേശം ഒരു 15 കിലോമീറ്ററൊക്കെ ഓടിക്കാൻ പറ്റത്തുള്ളൂ. അപ്പോൾ അവർക്ക് ജസ്റ്റ് ഓടിച്ച് കാണിച്ചാൽ മതി എന്ന് പറഞ്ഞിട്ടുണ്ട്. ഇപ്പം ഞാൻ നേരത്തെ പറഞ്ഞു നമ്മൾ നിലവിൽ ഇത് യൂസ് ചെയ്തിരിക്കുന്നത് ഡിസ്ക് ബ്രേക്ക് വരുന്ന രീതിയിലുള്ള ഹബ്ബ് മോട്ടറാണ് യൂസ് ചെയ്തിരിക്കുന്നത്. അപ്പം ഇതിലോട്ട് മൗണ്ട് ചെയ്യുന്നതിൽ കുറച്ച് ആൾട്രേഷനൊക്കെ നമ്മൾ വരുത്തണം. അതായത് നിലവിലുള്ള സിങ്യാമിനെ ഇത് കണക്ക് കട്ട് ചെയ്യണം. പെട്രോൾ വണ്ടിയുടെ എന്ന് പറഞ്ഞാൽ ഇത് ഫുള്ള് കവറായിട്ടാണ് വരുന്നത്. അപ്പം ഇലക്ട്രിക് വണ്ടിയുടെ മോട്ടറിൻ്റെ എന്ന് പറഞ്ഞാൽ 2 സൈഡിൽ ഷാഫ്റ്റ് ഉണ്ട്. ആ ഷാഫ്റ്റ് റൊട്ടേറ്റ് ആയി പോകാതിരിക്കാൻ ചെറിയൊരു ലോക്ക് പോലെ ഒരു കട്ടിങ് ഒക്കെ വരും. അപ്പോൾ ആ കട്ടിങ്ങിനനുസരിച്ച് ഇത് കട്ട് ചെയ്തിട്ട് വേണം കയറ്റിയിടാൻ, അല്ലാതെ ഇത് നമുക്ക് വെറുതെ കയറ്റിയിടാൻ പറ്റത്തില്ല. അതേപോലെ തന്നെ ഇതിനെ ലോക്ക് ചെയ്ത് നിർത്താനായിട്ടൊരു സ്ക്വയർ വാഷർ ഇതിൻ്റെ കൂടെ വരുന്നുണ്ട്, ഒരു മൗണ്ടിങ് വരുന്നുണ്ട്. അതും വെച്ച് അതിൻ്റെ അകത്തൊരു ബോൾട്ട് വരുന്നുണ്ട്, അത് റൊട്ടേറ്റ് ആയി പോകാതിരിക്കാൻ വേണ്ടിയിട്ടുള്ള.
അത് നമ്മൾ ആ സിഗ്നാമിൽ അതിനനുസരിച്ച് ഹോൾ ചെയ്ത് സെറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇത് കറക്റ്റ് അലൈൻമെൻ്റ് ആക്കാനായിട്ട് ഇതിൻ്റെ ഇടയ്ക്ക് സ്പേസറൊക്കെ ഇടണം. അതൊക്കെ മോട്ടറിൻ്റെ കൂടെ തന്നെ വരുന്നുണ്ട്. അപ്പോൾ ഇത് ആ സ്പേസറിൽ തന്നെ കറക്റ്റ് അലൈൻമെൻറ്റ് വന്നിട്ടുണ്ട്, കറക്റ്റ് സെൻറ്ററിൽ തന്നെ വന്നിട്ടുണ്ട്. അപ്പോൾ ഇതാണ് ഞാൻ പറഞ്ഞ ഹൈബ്രിഡിന് ഒരു സൈഡിൽ നമ്മുടെ ചെയിനും സ്പ്രോക്കറ്റൊക്കെ ഇടാനുള്ള ടീത്ത് വരുമെന്ന് പറഞ്ഞത്. ആ മൗണ്ടിങ് ആണ് ഈ കാണുന്നത്. നമ്മൾ നിലവിലുള്ള പെട്രോൾ വണ്ടിയുടെ അതേ സെയിം ചെയിൻ തന്നെയാണ് ഇതിൽ യൂസ് ചെയ്തിരിക്കുന്നത്. ഇതാണ് മോട്ടറിൻ്റെ കേബിള്. ഇപ്പം നേരത്തെ ഞാൻ പറഞ്ഞു നമ്മുടെ ബാറ്ററി പാക്കും കൺട്രോളറും ഒക്കെ വെക്കുന്നതിന് വേണ്ടി പ്രത്യേക ഒരു അഡീഷണൽ ബോക്സ് പണിഞ്ഞ് വെച്ചാണ്. അപ്പോൾ ഇതാണ് ആ ബോക്സ് പണിഞ്ഞ് വെച്ചിരിക്കുന്നത്. ഇപ്പം വണ്ടിയുടെ ഇതിന് ഒരുപാട് മാറ്റങ്ങളൊന്നും വരാത്ത രീതി, സാധാ വരുന്ന രീതി തന്നെ ചെയ്തിരിക്കുന്നത്, ഒരുപാട് തള്ളലൊന്നും വരാത്ത രീതി തന്നെ ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഇതിന് യൂസ് ചെയ്തിരിക്കുന്ന ബാറ്ററി പാക്ക് എന്ന് പറഞ്ഞാൽ ഇതാണ് നമ്മുടെ 48 വോൾട്ട് 15Hൻ്റെ ബാറ്ററി പാക്കാണ്. ഇത് അതിൻ്റെ ചാർജറാണ്. ഇതാണ് ഈ മോട്ടറിൻ്റെ കൂടെ വരുന്ന കൺട്രോളർ. ഇത് YMൻ്റെ കൺട്രോളറാണ്. ഇതതിൻ്റെ ഡിസ്പ്ലേ, ആക്സിലേറ്റർ സിസ്റ്റം ഒക്കെയാണ്. ഇതൊന്നും നമുക്കിപ്പം ഈ നിലവിൽ ഈ വണ്ടിയിൽ യൂസ് ചെയ്യാൻ പറ്റത്തില്ല. അതെന്താണെന്നുള്ളത് പറഞ്ഞുതരാം. പിന്നെ ഇത് സിസ്റ്റം ഇതിലോട്ട് കണക്ട് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് കണക്ടറും കാര്യങ്ങളെല്ലാം നമ്മൾ സെറ്റ് ചെയ്തിട്ടുണ്ട്. ഇത് വയറിംഗ് എല്ലാം ചെയ്യുന്നതിന് വേണ്ടിയിട്ടുള്ള എല്ലാം ചെയ്തിട്ട് അതിനുള്ള സ്ലീവ്, MCB. അതേകണക്ക് തന്നെ ഇതിൽ യൂസ് ചെയ്യുന്നത് നമ്മൾ ത്രോട്ടിലാണ് യൂസ് ചെയ്യുന്നത്. അതെന്തുകൊണ്ടാണെന്നുള്ളത് പറഞ്ഞുതരാം. ഇപ്പം നിലവിൽ ഈ പെട്രോൾ ബൈക്കിന് നമുക്കിവിടെ ആക്സിലേറ്റർ വരുന്നുണ്ട്. ഇത് കേബിൾ സിസ്റ്റമാണ് വരുന്നത്. അപ്പം നമ്മുടെ ഇലക്ട്രിക് വണ്ടിയുടെ ആക്സിലേറ്റർ എന്ന് പറഞ്ഞാൽ കേബിൾ സിസ്റ്റം അല്ല, വയർഡാണ്. അപ്പം ഇത് ഇളക്കിയിട്ട് നമുക്കിവിടെ വേറെ ഇലക്ട്രിക് വണ്ടിയുടെ ആക്സിലേറ്റർ പിടിപ്പിച്ച് കഴിഞ്ഞാൽ നമുക്ക് പെട്രോൾ വണ്ടിയുടെ യൂസ് ചെയ്യാൻ പറ്റത്തില്ല. അപ്പോൾ ഇത് രണ്ട് യൂസ് ചെയ്യാൻ എളുപ്പമായിട്ടുള്ളത് ത്രോട്ടിലാണ്. ഇത് പെട്രോൾ വണ്ടിയുടെ ആക്സിലേറ്ററും ഇത് ഇലക്ട്രിക് വണ്ടിയിട്ടുള്ള ആക്സിലേറ്ററുമാണ്. ഈ ത്രോട്ടിൽ നമ്മൾ മെയിനായിട്ട് യൂസ് ചെയ്യുന്നത് ഇലക്ട്രിക് ബോട്ട്, അതിനൊക്കെ തന്നെ ബഗ്ഗീസ്, അതിൻ്റെ അകത്തൊക്കെയാണ് ഈ ത്രോട്ടിൽ കൂടുതലായിട്ട് യൂസ് ചെയ്യുന്നത്. അപ്പം ഇതിൻ്റെ അകത്ത് നമുക്ക് സിമ്പിളായിട്ട് ചെയ്യാൻ പറ്റുന്ന ആക്സിലേറ്റർ ഇതായതുകൊണ്ടാണ് ഇത് വെച്ചത്. നമ്മൾ വലിയ ബഡ്ജറ്റും കാര്യങ്ങളൊന്നും പറയാം, ലോ പ്രൈസിൽ നമുക്ക് ചെയ്യാൻ പറ്റുന്ന സംഭവമാണ്. അപ്പം പെട്രോൾ വണ്ടി ഉപയോഗിക്കുന്ന സമയത്ത് ഈ രീതിയിൽ ആക്സിലേറ്റർ കൊടുക്കുക. അതിനൊക്കെ തന്നെ ഇലക്ട്രിക് വണ്ടിയാണ് യൂസ് ചെയ്യുന്നതെങ്കിൽ ഇതാണ്ട് ഇതിനൊക്കെ ത്രോട്ടിൽ യൂസ് ചെയ്യാം. ഇത് നമ്മുടെ ഈ ഇലക്ട്രിക് സിസ്റ്റം ഓൺ ആക്കുന്നതിന് വേണ്ടിയിട്ട് ജസ്റ്റ് ഒരു സ്വിച്ച് കണക്ട് ചെയ്തിട്ടുണ്ട്. അതിനൊക്കെ തന്നെ ഇലക്ട്രിക് മോട്ടർ നമുക്ക് റിവേഴ്സ് എടുക്കാൻ പറ്റും. അപ്പോൾ പെട്രോൾ വണ്ടി നമുക്ക് റിവേഴ്സ് എടുക്കാൻ ബുദ്ധിമുട്ടുള്ള സ്ഥലങ്ങളിൽ ഇലക്ട്രിക് മോട്ടർ ഓൺ ആക്കിയിട്ട് ഈ റിവേഴ്സ് ബട്ടൺ ഞെക്കി പിടിച്ചുകൊണ്ട് നമുക്ക് ഈ ആക്സിലേറ്റർ കൊടുത്തു കഴിഞ്ഞാൽ വണ്ടി നമുക്ക് റിവേഴ്സ് എടുക്കാൻ പറ്റും. അങ്ങനൊരു ഗുണം ഇതിനുണ്ട്. ഈ സിസ്റ്റമാണ് യൂസ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഇതിൻ്റെ കേബിളുകൾ ഇതുവഴി നമ്മൾ ഇവിടെ ഇത്രയും കൊണ്ട് നിർത്തിയിട്ടുണ്ട്. ബാക്കി ഇനി വയറുകളെല്ലാം സ്ലീവിൽ കയറ്റി നമുക്ക് നേരെ ഇപ്പുറത്തെ സൈഡിൽ കൊണ്ടുവന്ന് ഈ ഈ ബോക്സിൻ്റെ അകത്തോട്ട് നമുക്ക് കയറണം. ഈ ബോക്സിലാണ് ബാക്കിയുള്ള മൗണ്ടിങ് എല്ലാം നമ്മൾ സെറ്റ് ചെയ്യാൻ പോകുന്നത്. ബാറ്ററി പാക്ക്, കൺട്രോളർ, MCB, ഇതതിൻ്റെ ചാർജിങ് പോർട്ട് സെറ്റ് ചെയ്യാനുള്ള പോർട്ടാണ്. ഇതെല്ലാം ഇതിൻ്റെ അകത്താണ് വെക്കുന്നത്. അത് നമുക്കൊരു ചെറിയൊരു ലോക്ക് സിസ്റ്റം എല്ലാം കൊടുത്ത ബോക്സിന് നമ്മൾ സെറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പം നിലവിൽ ഇത് പെട്രോൾ ബൈക്കിൻ്റെ സ്പീഡോമീറ്ററും കാര്യങ്ങളിൽ ഇതിലുള്ളതുകൊണ്ട് ഇലക്ട്രിക്കിൻ്റെ മോട്ടറിൻ്റെ അത് കണക്ട് ചെയ്യേണ്ട കാര്യമില്ല. നമുക്ക് സ്പീഡെല്ലാം അറിയാൻ പറ്റും. കാരണം ഇതിൻ്റെ സ്പീഡോമീറ്റർ വർക്ക് ചെയ്യുന്ന ഫ്രണ്ട് വീലിൽ നിന്നാണ്. അപ്പോൾ അതെല്ലാം നിലവിലുള്ള പെട്രോൾ ബൈക്കിൻ്റെ സിസ്റ്റം തന്നെയാണ് യൂസ് ചെയ്യുന്നത്. ഇനി നമുക്ക് ഈ സാധനങ്ങളെല്ലാം ഇതിലോട്ട് ഇൻസ്റ്റാൾ ചെയ്തിട്ട് ഇത് സെറ്റ് ചെയ്തതിന് ശേഷമുള്ള വീഡിയോ കാണിച്ചു തരാം. ഇപ്പോൾ ഈ ബോക്സിൻ്റെ അകത്ത് തന്നെയാണ് നമ്മുടെ ഈ മോട്ടറിൻ്റെ കൺട്രോളർ സെറ്റ് ചെയ്തിരിക്കുന്നത്. ചില വണ്ടികളെന്ന് പറഞ്ഞാൽ എയർ ഫിൽറ്ററിൻ്റെ അകത്ത് നല്ല സ്പേസ് കാണും. അപ്പോൾ നമുക്ക് അതിനകത്ത് ചെറിയൊരു ഫിൽറ്റർ കൊടുത്തതിന് ശേഷം അതിൻ്റെ അകത്ത് വേണമെങ്കിൽ നമുക്ക് കൺട്രോളർ സെറ്റ് ചെയ്യാം. അങ്ങനെ ഉണ്ടെങ്കിൽ ഈ ബാറ്ററിയുടെ ഫുൾ സ്പേസ് നമുക്ക് ബാറ്ററിക്ക് വേണ്ടിയിട്ട് മാത്രമായിട്ട് എടുക്കാം. ഇതിൻ്റെ അകത്ത് ഇപ്പം പകുതി പോർഷൻ ബാറ്ററിയും പകുതി പോർഷൻ അതിൻ്റെ കൺട്രോളറുമാണ് ഇത് ഇരിക്കുന്നത്. പിന്നെ മെയിനായിട്ട് എടുത്ത് കാണത്തക്ക ചേഞ്ച് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സാധാ വരുന്ന ബാക്ക് ടയറിൻ്റെ അലയ്ക്ക് പകരം ഇതിൻ്റെ അകത്ത് നമ്മൾ കൊടുത്തിരിക്കുന്ന ഹബ് മോട്ടറാണ്. അപ്പോൾ വീലിന് നടുക്കായിട്ടൊരു മോട്ടറിൻ്റെ സാധനങ്ങളൊക്കെ വരുന്നുണ്ട്. പിന്നെ ഇത് സാധാ നോർമൽ ഡ്രം ബ്രേക്ക് വരുന്ന വണ്ടിയാണ്. അതിൻ്റെ അകത്ത് നമ്മൾ ഡിസ്ക് ആക്കിയിട്ടുണ്ട്. ഡിസ്ക് ആക്കിയെന്ന് പറഞ്ഞാൽ അതിൻ്റെ സിഗ്നാമിൽ ഡിസ്ക് മൗണ്ട് ചെയ്യാനുള്ള പ്ലേറ്റും കാര്യങ്ങളെല്ലാം നമ്മൾ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. പ്ലേറ്റ് നിങ്ങൾക്ക് കാണാം. പ്ലേറ്റ് സെറ്റ് ചെയ്ത് അതിൻ്റെ അകത്ത് നമ്മൾ ഇലക്ട്രിക് സ്കൂട്ടറിന് യൂസ് ചെയ്യുന്ന ബ്രേക്ക് കാലിബറും പ്ലേറ്റും കാര്യങ്ങളെല്ലാം അതിൽ യൂസ് ചെയ്തിരിക്കുന്നത്. ഇതിൻ്റെ പമ്പ് കൊടുത്തിരിക്കുന്ന പെട്രോൾ വാഹനങ്ങളുടെ ഫ്രണ്ട് വീലിൻ്റെ പമ്പാണ്. കാരണം ഇത് ഇച്ചിരി ലെങ്ത് തോന്നിയുള്ളതുകൊണ്ട് നമുക്ക് നിലവിലുള്ള ബാക്ക് ഡിസ്ക് വരുന്ന ബൈക്കിൻ്റെ ട്യൂബ് ഇതിൽ പറ്റത്തില്ല. ഇച്ചിരി കൂടെ ലെങ്ത് വേണം. അപ്പം അതിന് വേണ്ടിയിട്ട് നമ്മൾ പെട്രോൾ വണ്ടിയിലെ ഫ്രണ്ട് ഡിസ്ക് ട്യൂബാണ് എടുത്തിരിക്കുന്നത്. പിന്നെ ഇതിൻ്റെ അകത്ത് പമ്പ് സെറ്റ് ചെയ്തിരിക്കുന്നത് അതുകൊണ്ട് ഈ രീതിയിലാണ്. അതിനൊരു പ്രത്യേകം ക്ലാമ്പൊക്കെ പണിഞ്ഞ് വെച്ചിട്ടാണ് പമ്പ് സെറ്റ് ചെയ്തിരിക്കുന്നത്. പമ്പിൻ്റെ ആക്ഷൻ നോർമലി നിലവിലുള്ള ബ്രേക്ക് ലിവറിൽ തന്നെയാണ് കൊടുത്തിരിക്കുന്നത്. അതൊക്കെ പക്കയായിട്ട് വർക്കിംഗ് ആയിട്ടുണ്ട്. പിന്നീട് വെച്ചിരിക്കുന്ന ഇതിൻ്റെ ഫ്രണ്ടിലൊരു മീറ്റർ നമ്മൾ സെറ്റ് ചെയ്തിട്ടുണ്ട്. ഇത് നമുക്ക് ബാറ്ററിയുടെ ലെവൽ ഇൻഡിക്കേഷൻ വേണ്ടിയിട്ടാണ്. ബാറ്ററിയിൽ എത്ര % ചാർജ് ഉണ്ടെന്ന് അറിയുന്നതിന് വേണ്ടിയിട്ടാണ് നമ്മൾ ഈ മീറ്റർ ഇവിടെ സെറ്റ് ചെയ്തിരിക്കുന്നത്.
ഇതിപ്പം ഇതാണ് ഇതിൻ്റെ ഇഗ്നിഷൻ സ്വിച്ചായിട്ട് കൊടുത്തിരിക്കുന്നത്. ഇത് ഓൺ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഇതിൻ്റെ അകത്ത് ബാറ്ററിയുടെ വോൾട്ടേജ് ഇത്ര പെർസെൻറ്റേജും കാര്യങ്ങളെല്ലാം ഇതിൻ്റെ അകത്ത് കാണിക്കും. പിന്നെ അതിന് തൊട്ട് താഴെ ഒരു ബട്ടണും കൂടെ ഉണ്ട്. ഇതെന്ന് പറഞ്ഞാൽ ഒരു റിവേഴ്സ് ബട്ടനാണ് കൊടുത്തിരിക്കുന്നത്. നമുക്കിപ്പോൾ ഈ ബൈക്ക് ഒന്ന് പുറകോട്ട് എടുക്കണമെന്നുണ്ടെങ്കിൽ ഈ ബട്ടൺ ഞെക്കി പിടിച്ചുകൊണ്ട് ത്രോട്ടിൽ കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് വണ്ടി റിവേഴ്സ് എടുക്കാം. ഇപ്പോൾ പെട്രോൾ വണ്ടിയുടെ കേസിലായാലും ഒരു കുഴിയിൽ കിടക്കുമ്പോൾ പെട്ടെന്ന് ബാക്ക് എടുത്ത് നമ്മൾ കൊണ്ട് ഒറ്റയ്ക്ക് പറ്റുന്നില്ലെന്നുണ്ടെങ്കിൽ നമുക്ക് വേണമെങ്കിൽ ഇലക്ട്രിക് മോഡ് ഓൺ ആക്കിയിട്ട് റിവേഴ്സ് സ്വിച്ച് ഞെക്കിക്കൊണ്ട് ആക്സിലേറ്റർ കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് റിവേഴ്സ് എടുക്കാൻ പറ്റും. ഈ ബോക്സിൽ എന്തൊക്കെയാണ് അറേഞ്ച് ചെയ്തിരിക്കുന്നത് ജസ്റ്റ് ഒന്ന് കാണിച്ചു തരാം. നമ്മൾ ബോക്സിൻ്റെ ലോക്ക് സെറ്റ് ചെയ്തിട്ടുണ്ട്. ഇതിൻ്റെ അകത്ത് തന്നെയാണ് MCB കൊടുത്തിരിക്കുന്നത്. MCB ഓഫ് ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ പിന്നെ വേറെ ആർക്കും ഇത് ഇലക്ട്രിക്കൽ മോട്ടോർ കാണിച്ചിരിക്കാൻ പറ്റത്തില്ല. ഈ താക്കോലിട്ട് MCB ഓൺ ആക്കണം. ഇതിൻ്റെ അകത്ത് നമ്മൾ ചെയ്തിരിക്കുന്നത് പറഞ്ഞാൽ ഇതാണ് MCB കണക്ട് ചെയ്തിരിക്കുന്നത്. കൺട്രോളറാണ് നേരെ താഴെ കാണുന്നത്. ഇതതിൻ്റെ ജംഗ്ഷൻ ബോക്സും വയറിങ്ങും എല്ലാം ചെയ്തിരിക്കുകയാണ്. കൺട്രോളറിലോട്ട് കണക്ഷൻസ് ഒക്കെയാണ്. ഇത് ബാറ്ററിയാണ്. ഇത് ആൻറ്റിസൺ കണക്ടർ കൊടുത്തിരിക്കുകയാണ്. അപ്പോൾ ഇവർക്ക് ബഡ്ജറ്റ് കുറവായതുകൊണ്ട് ചെറിയ രീതിയിൽ ഒരു 10 48 വോൾട്ട് 10 ഒരു ബാറ്ററി പാക്ക് വെച്ചിട്ടാണ് ചെയ്തിരിക്കുന്നത്. വളരെ ചെറിയൊരു ബാറ്ററി പാക്കാണ്. ഇതൊരു അത്യാവശ്യം 15 കിലോമീറ്ററൊക്കെ റേഞ്ച് നമുക്ക് കിട്ടും ഇതിൻ്റെ അകത്ത്. അപ്പോൾ അവർക്ക് ജസ്റ്റ് പ്രോജക്റ്റായിട്ട് ഓടിച്ച് കാണിച്ചാൽ മതിയത് ഉള്ളതുകൊണ്ട് ബഡ്ജറ്റും കുറവായതുകൊണ്ട് ആ രീതിയിൽ സെറ്റ് ചെയ്തിരിക്കുന്നു. ഇപ്പം ബാക്ക് വീല് തറയിൽ ടച്ച് ആയിരിക്കുകയാണ്. കാരണം ബാറ്ററി ബോക്സ് അവിടെ വരുന്നതുകൊണ്ട് വെയിറ്റ് അങ്ങോട്ട് ആയതുകൊണ്ട് ബാക്ക് വീല് തറയിൽ ടച്ച് ചെയ്തിരിക്കുക. അപ്പോൾ അത് നമുക്കൊന്ന് പൊക്കി പിടിക്കുക. അപ്പം ബാക്ക് വീല് തട്ടാത്ത രീതിയിൽ നിൽക്കുക. ഇനി ഇവിടെ നമുക്ക് ഈ സ്വിച്ച് ഓൺ ചെയ്ത് കഴിഞ്ഞാൽ ഇതിൻ്റെ അകത്ത് ഇൻഡിക്കേഷൻ വരും. ഇൻഡിക്കേഷൻ വന്നു കഴിഞ്ഞാൽ നമുക്ക് അറിയാൻ പറ്റും ഇപ്പം നമ്മുടെ ബാറ്ററിയുടെ ഇത് സംഭവം ഓണാന്നുള്ളത്. ഇനി നമുക്ക് ഇവിടുത്തെ ആക്സിലേറ്റർ തം ത്രോട്ടിൽ കൊടുത്തു കഴിഞ്ഞാൽ ഇതാണ് തം ത്രോട്ടിൽ. ഇത് കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് മോട്ടർ ആണ്. ഇതിപ്പോൾ മാക്സിമം നമ്മൾ ഫുൾ സ്പീഡിൽ തന്നെ ലോക്ക് ചെയ്തിട്ടിരിക്കുകയാണ്. ഇതിൻ്റെ അകത്ത് ഇലക്ട്രിക്കലി 1 സ്പീഡ് മോഡൊന്നും സെറ്റ് ചെയ്തിട്ടില്ല. ഇതിൻ്റെ മാക്സിമം സ്പീഡിൽ തന്നെ സെറ്റ് ചെയ്തിട്ടിരിക്കുകയാണ്. ഇത് 48 വോൾട്ടിലാണ് ഇപ്പോൾ പ്രോഗ്രാം ചെയ്ത് വെച്ചിരിക്കുന്നത്. ഇനി നമുക്ക് റിവേഴ്സ് എടുക്കണമെന്നുണ്ടെങ്കിൽ ഈ പച്ച ബട്ടൺ ഞെക്കി പിടിച്ചുകൊണ്ട് തം ത്രോട്ടിൽ കൊടുത്തു കഴിഞ്ഞാൽ വീല് റിവേഴ്സിൽ കിടങ്ങും. നമുക്ക് ഈസി ആയിട്ട് വണ്ടി റിവേഴ്സ് എടുക്കാൻ പറ്റും. അതൊക്കെ ഈ ബട്ടൺ ഇട്ടിട്ട് വീണ്ടും തിരിച്ച് പഴയ പോലെ തന്നെ ആക്സിലേറ്റർ കൊടുത്തു കഴിഞ്ഞാൽ വണ്ടി ഫ്രണ്ടിലോട്ട് പോകും. അപ്പോൾ ഇത്രയാണ് ഇതിൻ്റെ അകത്ത് വർക്കിംഗ് ചെയ്തിരിക്കുന്നത്. ഈ സ്വിച്ച് ഓഫ് ചെയ്ത് കഴിഞ്ഞാൽ ഇലക്ട്രിക്കൽ സെക്ഷനിൽ ഓഫായി. പിന്നെ താക്കോൽ ഓൺ ആയി കഴിഞ്ഞാൽ നമുക്ക് വണ്ടി എഞ്ചിൻ സ്റ്റാർട്ട് ചെയ്ത് യൂസ് ചെയ്യാം. അപ്പോൾ ഈ കൺവെൻഷൻ്റെ വീഡിയോ കണ്ടു കഴിയുമ്പോഴത്തേക്കിന് ഇതിൽ ചിലർക്കെങ്കിലും കുറച്ച് പേർക്ക് ഡൗട്ട് ഉണ്ടായിരിക്കും, ഇത് നമുക്ക് റോഡ് ലീഗലായിട്ട് യൂസ് ചെയ്യാൻ പറ്റുമോ എന്നുള്ളത്. ഇതിപ്പം നിലവിൽ കേരളത്തിൽ റോഡ് ലീഗലായിട്ട് യൂസ് ചെയ്യാൻ പറ്റത്തില്ല. ഇത് ജസ്റ്റ് ഒരു കോളേജ് പർപ്പസിന് വേണ്ടിയിട്ട് ഒരു പ്രോജക്റ്റ് വർക്കിന് വേണ്ടിയിട്ട് മാത്രമായിട്ട് ചെയ്തിരിക്കുന്ന വണ്ടിയാണ്. ഇത് നമുക്ക് ഓൺ പ്രോപ്പർട്ടിക്കകത്ത് മാത്രം വിട്ട് റൈഡ് ചെയ്യാനുള്ള പെർമിഷൻ കിട്ടത്തുള്ളൂ. റോഡിൽ ഇറക്കി കഴിഞ്ഞാൽ നിലവിലുള്ള കേരളത്തിലെ MPDയുടെ റൂൾസ് പ്രകാരം ഇത് വണ്ടി മോഡിഫിക്കേഷൻ എന്നുള്ള രീതിയിൽ അവർക്ക് വണ്ടി പിടിക്കാവുന്നതേ ഉള്ളൂ. ഇത് ലീഗലി ചില സ്റ്റേറ്റുകളിലൊക്കെ അപ്രൂവലുണ്ട്. അതായത് പെട്രോൾ വണ്ടീനെ ഇലക്ട്രിക്കലോട്ട് പൂർണ്ണമായിട്ട് കൺവേർഷൻ ചെയ്യുന്നതിന് അപ്രൂവലുണ്ട്. അതിനൊക്കെ തന്നെ ഈ രീതിയിൽ കൺവേർഷൻ ചെയ്യുന്നതിനും അപ്രൂവലും കാര്യങ്ങളൊക്കെ ഉണ്ട്. അതിൽ വലിയ ലീഗൽ പ്രശ്നങ്ങളോ MPDയുടെ പിടുത്തങ്ങളോ ഒന്നും ഇല്ലാത്ത ഒരുപാട് സ്റ്റേറ്റുകൾ അപ്രൂവലുണ്ട്. ഇപ്പം നിലവിൽ കേരളത്തിൽ ഇതുവരെ ഒന്നും ആയിട്ടില്ല. പെട്രോൾ വണ്ടീനെ തന്നെ ഇലക്ട്രിക്കലോട്ട് പൂർണ്ണമായിട്ട് കൺവേർട്ട് ചെയ്യുന്നതിന് വേണ്ടിയിട്ടുള്ള പേപ്പർ വർക്കും കാര്യങ്ങളെല്ലാം കൊടുത്തിട്ട് വർഷങ്ങളായി. ഇതുവരെ കേരളത്തിൽ മാത്രം ഇതുവരെ അതിനെക്കുറിച്ച് യാതൊരു രീതിയിലുള്ള ഒന്നും ആയിട്ടില്ല. അപ്പം അതുകൊണ്ട് ഇപ്പോൾ ഈ വീഡിയോ കണ്ടിട്ട് ഒരുപാട് പേര് മിക്കവാറും കോൺടാക്ട് ചെയ്യും. അതുകൊണ്ടാണ് ഞാൻ ഇതിൻ്റെ അകത്ത് പറഞ്ഞത്. കാരണം എൻ്റെ കയ്യിലൊരു ബൈക്ക് ഉണ്ട്, അത് ഇതിനൊക്കെ ചെയ്തു തരാമെന്ന് ചോദിച്ച് ഒരുപാട് പേര് വിളിക്കും. ഇതിന് മുമ്പ് ചെയ്ത കാറിൻ്റെ പ്രോജക്റ്റ് കണ്ടിട്ട് ഒരുപാട് പേര് വിളിക്കുന്നുണ്ട്. അപ്പോൾ എല്ലാവരും നമ്മൾ കാര്യം പറയാറുണ്ട്, ലീഗലി പ്രശ്നങ്ങളുണ്ട്. അപ്പം അത് കണ്ടിട്ട് ചിലർ ഫാമിലിയൊക്കെ യൂസ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് ഇവിടെ കൊണ്ടുവന്ന് കൺവേർഷൻ ചെയ്ത് കൊണ്ടുപോയിട്ടുണ്ട്. അപ്പോൾ അത് അവരുടെ ഓൺ പ്രോപ്പർട്ടിക്ക് അകത്ത് യൂസ് ചെയ്യുന്നതിന് വേണ്ടിയിട്ടാണ്. അപ്പോൾ അതിൻ്റെ അകത്ത് ലീഗൽ പ്രശ്നങ്ങളും കാര്യങ്ങളൊന്നുമില്ല. കാരണം വണ്ടി റോഡിലോട്ട് ഇറക്കുന്നില്ല. അപ്പോൾ അവരെ ഫാമിൻ്റെ ഉള്ളിലുള്ള പ്രോപ്പർട്ടിയിൽ മാത്രമേ അവരത് യൂസ് ചെയ്യുന്നുള്ളൂ, റോഡിലോട്ട് ഇറക്കുന്നില്ല. അപ്പോൾ അതുകൊണ്ട് ലീഗലി പ്രശ്നങ്ങളൊന്നുമില്ല. അങ്ങനെ കൺവേർഷൻ ചെയ്ത് നമ്മൾ കൊടുത്തിട്ടുണ്ട്. അപ്പം ഈ വീഡിയോ കണ്ടിട്ട് ഒരുപാട് പേര് വരാറുണ്ട്. പിന്നെ ഇങ്ങനെ ചെയ്യുമ്പോഴത്തേക്കിന് വണ്ടിയുടെ സ്റ്റെബിലിറ്റിയിൽ പ്രോബ്ലം ഉണ്ടാവും, അങ്ങനെ ടെക്നിക്കൽ പ്രോബ്ലങ്ങളുണ്ട്, അങ്ങനത്തെ യാതൊരു വിധത്തിലുള്ള വിഷയവുമില്ല. നമ്മൾ ആ രീതിയിൽ ആക്യുറേറ്റ് ആയിട്ടാണ് ചെയ്തിരിക്കുന്നത്. വണ്ടിയുടെ വീലിൻ്റെ അലൈൻമെൻറ്റിലോ അങ്ങനെ യാതൊരു വിധത്തിലുള്ള പ്രശ്നങ്ങളും ഇല്ല. ആ രീതിയിൽ എന്തെങ്കിലും അലൈൻമെൻറ്റ് വ്യത്യാസം ഉണ്ടെങ്കിൽ ഒരിക്കലും നമ്മുടെ പെട്രോൾ എഞ്ചിൻ്റെ ചെയിൻ അതിൽ കിടക്കില്ല, ചെയിൻ ചാടിപ്പോവും. പിന്നെ ആകെ വരുന്ന പ്രോബ്ലം എന്ന് പറഞ്ഞാൽ ബാറ്ററി ബോക്സ് ഇവിടെ വരുന്നതുകൊണ്ട് വണ്ടിയുടെ വെയിറ്റ് ശകലം ഈ രീതിയിൽ ഇപ്പുറത്തോട്ട് വരും. നമുക്കിത് വേണമെങ്കിൽ അപ്പുറ സൈഡിലും ഈ ബോക്സ് സെറ്റ് ചെയ്യാം. അപ്പുറ സൈഡിൽ ഓൾറെഡി സൈലൻസ് ഇരിക്കുന്നതുകൊണ്ട് ആ സൈഡിലൊരു ചെറിയ വെയിറ്റ് കാണും. അപ്പോൾ അതിനെ ബാലൻസ് ചെയ്യുന്നതിനാണ് കൂടുതൽ ഈ സൈഡിലോട്ടാക്കിയത്. പിന്നെ എല്ലാവർക്കും കൂടുതൽ കാലുകുത്താൻ വാക്ക് ഈ സൈഡ് ആയതുകൊണ്ടാണ് ബാറ്ററി ബോക്സ് ഇവിടെ വെച്ചിരിക്കുന്നത്. പിന്നെ ചിലർ വിളിച്ചിട്ട് ചോദിക്കാറുണ്ട്, നമുക്ക് എയർ ഫിൽറ്ററിൻ്റെ അകത്ത് ബാറ്ററി ചെയ്ത് വെച്ചുകൂടെ എന്നൊക്കെ. നമുക്ക് ബാറ്ററി ചെയ്ത് എടുക്കാം. നമുക്ക് ബാറ്ററി ഏത് ഷേപ്പിൽ വേണമെങ്കിലും നമുക്ക് മെയിൻറ്റെയിൻ ചെയ്ത് എടുക്കാം. പക്ഷേ അത്
കൂടുതൽ കിലോമീറ്റർ ഓടത്തില്ല. നമ്മൾ ഷേപ്പ് ചെയ്തെടുക്കുമ്പോഴത്തേക്കിനും അതിൻ്റെ അകത്ത് ഏജ് കുറവായിരിക്കും. ബാറ്ററി പാക്കിൻ്റെ കിലോമീറ്റർ റേഞ്ച് എന്ന് പറഞ്ഞാൽ ബാറ്ററിയുടെ ഏജിന് ഡിപ്പെൻഡ് ചെയ്തിരിക്കും. അപ്പം എയർ ഫിൽറ്ററിനകത്തുള്ള സ്പേസ് എന്ന് പറഞ്ഞാൽ വളരെ ചെറിയ സ്പേസാണ്. ആ സ്പേസിൽ ഒരിക്കലും നമുക്ക് തോനെ കിലോമീറ്റർ പോകത്തക്ക രീതിയിലുള്ള ഒരു ബാറ്ററി പാക്ക് സെറ്റ് ചെയ്യാൻ പറ്റത്തില്ല. തോനെ കിലോമീറ്റർ ഓടാനായിട്ട് ഏറ്റവും ബെസ്റ്റ് സൊല്യൂഷൻ എന്ന് പറഞ്ഞാൽ ഈ രീതിയിലൊരു ബോക്സ് പണിഞ്ഞ് വെക്കുന്നതാണ്. അപ്പം നിങ്ങളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത് യമഹയുടെ ലിബറോ ബൈക്കാണ്. ഇതേ സ്ഥാനത്ത് നമുക്ക് ഇതുപോലെ തന്നെ മറ്റൊരു രീതിയിൽ കൺവേർഷൻ ചെയ്തൊരു ബൈക്ക് കൂടെ കാണാം. നിങ്ങളിപ്പോൾ കാണുന്നത് ഡിസ്കവറിൻ്റെ 125T എന്ന് പറയുന്ന ഒരു പെട്രോൾ ബൈക്കിനെ ഇപ്പം നേരത്തെ കണ്ട ബൈക്കിനെ പോലെ തന്നെ കൺവേർഷൻ ചെയ്തിരിക്കുന്നതാണ്. അപ്പം അതിൽ നിന്ന് ഇതിലുള്ള കുറേ വ്യത്യാസങ്ങളുണ്ട്. അതെന്തൊക്കെയാണെന്നുള്ളത് ഞാൻ പറഞ്ഞുതരാം. അപ്പോൾ അതെന്തൊക്കെയാണെന്ന് അറിയാനായിട്ട് നെക്സ്റ്റ് വീഡിയോ. അപ്പം നമ്മുടെ 2 വണ്ടി ഇവിടെ ഇരിപ്പുണ്ട്. ആദ്യമേ നമുക്ക് ലിബറോ ഒന്ന് ഓടിച്ച് കാണാം.